വല്ലാത്തൊരു ചീത്തപ്പേര് തന്നെ. പ്രൊസീജിയർ റൂമിൽ നിന്ന് തലകറങ്ങി വീണു. അതിന് ശേഷം എൻ്റെ തലയിൽ കൂടെ ലൈറ്റും വീണു. പിന്നെ ഏത് ഓട്ടി കയറുമ്പോൾ വീഴോ എന്നുള്ള പേടി മാത്രമായിരുന്നു. പിന്നെ അവസാനം 2 പ്രൊസീജിയർ അസിസ്റ്റ് ചെയ്തപ്പോഴാണ് എൻ്റെ പേടി മൊത്തം മാറിയെന്നാണ് പറയുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പുണ്യാസ് ക്യാൻവാസ് ഓഫ് സ്റ്റോറീസ്. So this is Punyadatta here, a final year medical student from Calicut Medical College. Okay, ഇപ്പം നമ്മൾ കഴിഞ്ഞ കഥയൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ വ്ളോഗിങ്ങിലേക്ക് കടന്നാലോ എന്നുള്ളൊരു ചെറിയ ആലോചനയൊക്കെ ഉണ്ട്. പക്ഷെ എനിക്കറിയില്ല പൊട്ടി പോകുന്നു. പക്ഷെ കഥ പറയണതാണല്ലോ നമുക്കിഷ്ടം. അപ്പം ഇപ്രാവശ്യം ഞാൻ ഒരു വെറൈറ്റി കഥയായിട്ട് വന്നേക്കുന്നത്. എനിക്കറിയില്ല, മിക്കവർക്കും ചിലപ്പോൾ ഞാൻ പറയുന്നതിനോട് കണക്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യമായിട്ട് സെക്കൻഡ് ഇയറിൽ ഒന്ന് ഓട്ടി കയറി തലകറങ്ങി വീണു. അതിനുശേഷം ഞാൻ വിചാരിച്ചത് പിന്നീട് എനിക്കൊരിക്കലും ഒരു തിരിച്ചുവരവ് ഉണ്ടായിരിക്കില്ല എന്നാണ്. പക്ഷേ എന്നാൽ ഈ അടുത്ത് എനിക്കൊരു 2 പ്രൊസീജിയേഴ്സ് അസിസ്റ്റ് ചെയ്യാൻ പറ്റി, ഒരു ഡെലിവറി അസിസ്റ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇതെങ്ങനെയാണ് നടന്നതെന്നും രസകരമായ എൻ്റെ തലചുറ്റി വീഴുന്നതിനെ കുറിച്ചുമാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സോ ലെറ്റ് സ്റ്റാർട്ട്. ഞാൻ സെക്കൻഡ് ഇയറിൽ നമ്മൾ ഫസ്റ്റ് പോസ്റ്റിംഗ്, അതായത് സെക്കൻഡ് ഇയറിലാണ് നമുക്ക് ക്ലിനിക്കൽ പോസ്റ്റിങ്സ് തുടങ്ങുക. അതുവരെ നമുക്ക് ഈ അനാട്ടമി, ബയോകെമിസ്ട്രി, ഫിസിയോളജി എന്ന് പറഞ്ഞാൽ 3 സബ്ജക്റ്റ് ഉണ്ടാകും. അത് കഴിഞ്ഞ് സെക്കൻഡ് ഇയറിലാണ് നമുക്ക് മെയിൻ സബ്ജക്റ്റ് മൈക്രോ ഫാർമക് ആണെങ്കിൽ പോലും നമുക്ക് അതിൻ്റെ കൂടെ എന്തുണ്ടാകും, ക്ലിനിക്കൽ പോസ്റ്റിംഗ് ഉണ്ടാകും. അതായത് നമുക്ക് സർജറിയിൽ, OPGയിൽ, മെഡിസിനിൽ, അങ്ങനെ ഓരോ സ്ഥലത്ത് പോയിട്ട് പോസ്റ്റിംഗ് ഉണ്ടാകും. അപ്പോൾ നമ്മൾ വാർഡിലേക്ക് പോകുന്നു, ആദ്യമായിട്ട് പേഷ്യൻസിനെ കാണുന്നു, OPയിൽ നിൽക്കുന്നു, OT കയറുന്നു, പ്രൊസീജിയേഴ്സ് കാണുന്നു. ഇങ്ങനെ നല്ല രസമുള്ള പരിപാടികളാണ് നമുക്ക് സെക്കൻഡ് ഇയർ തുടങ്ങുമ്പോഴാണ് ഇതൊക്കെ നമ്മൾ അനുഭവിക്കുക. അപ്പം അങ്ങനെ എൻ്റെ ആദ്യത്തെ സെക്കൻഡ് ഇയറിൽ ക്ലിനിക്കൽ പോസ്റ്റിംഗ് എൻ്റെ ഫസ്റ്റ്. നമ്മൾ ഓരോ ബാച്ചായി തിരിച്ച് ഓരോരുത്തർ ഓരോ സ്ഥലത്തേക്ക് വിടുക ചെയ്യുക. അപ്പം ഞങ്ങളുടെ റോൾ നമ്പേഴ്സിന് എല്ലാവർക്കും കൂടി കിട്ടിയിരിക്കുന്നത് ENT ആണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ENTയിൽ പോകാനൊക്കെ റെഡിയായിട്ട് നിൽക്കുകയാണ്. രാവിലെ ഒരു 1 hour ക്ലാസ് ഉണ്ടായിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മെഡിസിൻ എങ്ങനെയായിരുന്നു തോന്നുന്നു. രാവിലെ 1 hour ക്ലാസ് കഴിഞ്ഞ് 9 o'clock നമ്മളെല്ലാവരും റെഡിയാണ് ENTയിൽ പോകാനായിട്ട്. അപ്പോൾ ENT ചെന്നപ്പോഴേക്ക് തന്നെ റപ്പിന് നല്ല ചീത്ത കിട്ടി. എന്തുകൊണ്ട് ഇന്നലെ വിളിച്ചില്ല എന്നുള്ളതായിരുന്നു ചോദ്യം. നല്ല ചീത്തൊക്കെ കിട്ടി. നമ്മളോട് ഓരോരുത്തരോട് ഓരോ സൈഡിലേക്കൊക്കെ ആയിട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ എന്നോട് പോകാൻ പറഞ്ഞത് പ്രൊസീജിയർ റൂമിലേക്കാണ്. എനിക്കിങ്ങനെ ചോര കാണുമ്പോൾ വലിയ പ്രശ്നമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഡിസെക്ഷൻ ഹോളിലായാലും എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ, ഇതും സിമ്പിൾ, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, പ്രൊസീജിയർ റൂമിലേക്കല്ലേ എന്നൊക്കെ വിചാരിച്ച് ചെറിയ പ്രൊസീജിയേഴ്സ് ENTയിൽ നമ്മൾ ചെവി ക്ലീൻ ചെയ്യുക, അങ്ങനത്തെ ചെറിയ പ്രൊസീജിയേഴ്സാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അത് സിമ്പിളായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് ഓക്കെ എന്നൊക്കെ വിചാരിച്ച് പോയി. പക്ഷേ സംഭവം ഞാൻ ഞെട്ടിപ്പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറിയൊരു റൂമാണിത്. കുറച്ച് ഭയങ്കര ചെറിയ റൂമാണ്. അതിൽ 2 ബെഡുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അവിടുത്തെ ഒരു HS ഉണ്ടാവും, ഒരു PG ഉണ്ടാവും, ഒരു സിസ്റ്റർ G ഉണ്ടാവും, പിന്നെ നിറച്ച് ഇൻസ്ട്രുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ള റൂം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറി AC കേട്ടോ. പക്ഷേ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ എനിക്കൊരു ഇങ്ങനെ, അന്ന് രാവിലെ ഫുഡ് കഴിച്ചിട്ടില്ല. രാവിലെ എങ്ങനെയൊക്കെ ഓടിയാണ് ക്ലാസ്സിലേക്ക് എത്തിയത്. കുറേ നാളത്തെ ശേഷമാണല്ലോ ക്ലാസ്സിലേക്ക് പോകണം. അപ്പോൾ ഫുഡ് കഴിച്ചിട്ടില്ല. അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ ഒരു ശ്വാസം മുട്ടൽ എനിക്കുണ്ട്. പക്ഷേ കുഴപ്പമില്ല. നമ്മൾ ഫസ്റ്റ് ദിവസമായിട്ട് നമ്മൾ ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് എന്താ സംഭവിക്കുന്നതെന്ന് കാണാനായിട്ട്. അപ്പോൾ അങ്ങനെ അവിടുത്തെ ഫസ്റ്റ് പ്രൊസീജിയറൊക്കെ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ സംഭവം ഈ പേഷ്യൻ്റ് നിലവിളിക്കാൻ തുടങ്ങി, വേദനിച്ചിട്ട് ഭയങ്കര വേദന. അതിൽ ഡോക്ടർ ജി പറയുന്നുണ്ട് നമ്മൾ തരിപ്പിക്കാനുള്ള മരുന്നല്ല. പക്ഷേ അത് തരിപ്പിക്കേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. ENTയിലായിരുന്നു. എനിക്ക് തോന്നുന്നു ചെവി ക്ലീൻ ചെയ്യുന്ന പ്രൊസീജിയറായിരുന്നു. പക്ഷേ അത് പേഷ്യൻ്റ് അങ്ങോട്ട് കരയാൻ തുടങ്ങി. എന്നെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന ഒരു സംഭവമാണ് ഈ കരച്ചിൽ എന്ന് പറഞ്ഞാൽ. എനിക്ക് കരച്ചിലായിട്ട് പെട്ടെന്ന് എന്തൊക്കെയോ പോലെ. അങ്ങനെ പേഷ്യൻ്റ് നല്ലോണം കരയാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരാരും എന്നെ കാണുന്നില്ല. സംഭവം എന്താ, ഞാൻ നിലത്ത് വീണു ഗൈസ്. ഞാൻ തലകറങ്ങി വീണപ്പോഴേക്കും ഇവരൊക്കെ കൂടി എല്ലാവരും HS ഒക്കെ എൻ്റെ അടുത്തേക്ക് ഓടി എന്താ സംഭവിച്ചെന്ന് അറിയാനായിട്ട്. അപ്പോൾ എല്ലാവരും കൂടി എൻ്റെ അടുത്ത് ബെഡിൽ കിടത്തി. BP ആണെങ്കിൽ HS ഭയങ്കര തിരക്കുള്ള സ്ഥലമല്ല. അവർക്കിപ്പോൾ ഇവിടെ നമ്മൾ BP നോക്കാനൊക്കെ തരും. അപ്പോൾ അവർ പറഞ്ഞു നമ്മളെ കുട്ടികളോട് നോക്കാനായിട്ട് BP നോക്കാൻ പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് വന്നിട്ടല്ലേ ഉള്ളൂ. BP നമ്മൾ ഫസ്റ്റ് ഇയറിൽ 2-3 പ്രാവശ്യം BP നോക്കി ഉണ്ടാവുള്ളൂ. പിന്നെ പെട്ടെന്ന് എല്ലാവരും കൂടി എൻ്റെ BP നോക്കി. പിന്നെ എഞ്ചപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ആണെന്ന് പറഞ്ഞു. എന്നിട്ട് ഓക്കെ ആണെന്ന് ഇങ്ങനെ പറഞ്ഞ് നിൽക്കല്ല. പിന്നെ ഞാൻ തലകറങ്ങി വീണു. എന്നിട്ട് പിന്നെ മാം പറഞ്ഞു, ഇനി അധികം നേരം നീ ഇവിടെ നിൽക്കണ്ട, പുറത്തേക്ക് പോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പുറത്തേക്ക് പോയി. പിന്നെ പുറത്തേക്ക് ഞാൻ ഇവരുടെ എല്ലാം കഴിയുന്നവരെ കാത്തിരുന്നിരുന്ന അവസാനം ഇവർ വന്ന്. പിന്നെ ഞങ്ങൾ തിയറി ക്ലാസ്സിന് ഇതായിരുന്നു എൻ്റെ ഫസ്റ്റ് ഡേ ഇൻ മൈ ENT ലൈഫ്. അതും പ്രൊസീജിയർ റൂമിൽ നിന്ന് തലകറങ്ങി വീണെന്നുള്ള ഒരു ചീത്തപ്പേര് എനിക്കിപ്പോഴും മാറിയിട്ടില്ല. അന്ന് മുതലേ എല്ലാവരും ഇങ്ങനെ, ഞാനിങ്ങനെ OT കയറുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് നിൽക്കും. പിന്നെ കറങ്ങോ എന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുക. പക്ഷെ ഇപ്പോൾ കുഴപ്പമില്ല കേട്ടോ. ഇപ്പം എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ എന്നാലും എനിക്ക് ഇങ്ങനെ ഭയങ്കര കരച്ചിൽ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവർക്ക് അത്രയും പെയിനുണ്ടല്ലോ എന്ന് അല്ല, ഡോക്ടേഴ്സ് അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. പക്ഷെ എന്നാൽ പോലും എനിക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് കേൾക്കുമ്പോൾ.
അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ENT പിന്നെ ഞാൻ പ്രൊസീജിയർ റൂമിൽ കയറിയിട്ടില്ല എന്ന് തോന്നുന്നു. പിന്നെ കയറിയിട്ടുണ്ടോ അറിയില്ല. പിന്നെ എനിക്ക് അങ്ങനെ കയറണമെന്നല്ല, പിന്നെ ലീവ് എന്തൊക്കെയൊക്കെ ആയിട്ട് പോയി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് OBG പോസ്റ്റിംഗ്. എൻ്റെ ENT പോസ്റ്റിംഗ് കഴിഞ്ഞിട്ട് നേരെ എനിക്ക് OBG പോസ്റ്റിംഗ് ആയിരുന്നു. OBG പോസ്റ്റിങ്ങിൻ്റെ ഫസ്റ്റ് ദിവസം ബ്യൂട്ടിഫുൾ ആയിരുന്നു, പക്ഷെ അന്ന് വാർഡായിരുന്നു. പക്ഷെ അന്ന് നമ്മളോട് ഫസ്റ്റ് ദിവസം പറഞ്ഞതും പോയി കേസെടുത്തു എന്ന് പറയുമ്പോൾ കേസിന് ഒന്നും അറിയില്ല, LP അറിയില്ല, EDs എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ പിന്നെ സീനിയേഴ്സൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ സീനിയേഴ്സ് സഹായിച്ച് രക്ഷപ്പെട്ട് പോന്നു. അങ്ങനെ നമുക്ക് OBG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേജർ OT ഉണ്ട്, മൈനർ OT ഉണ്ട്. അപ്പോൾ നമുക്ക് മേജർ OTയിൽ പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ നമ്മൾ സിസേറിയൻ സെക്ഷൻസ്, അങ്ങനെ എലക്റ്റീവ് സർജറീസ് ആയിരിക്കും, മിക്കത് സ്പൈനൽ അനസ്തേഷ്യ കൊടുത്തിട്ടുള്ള സർജറീസ് ആയിരിക്കും. അപ്പോൾ ആദ്യം നമുക്കുണ്ടായത് മൈനർ OT ആണ്. ആ മൈനർ OTയിലേക്ക് പോകാൻ വേണ്ടി ഞാൻ തയ്യാറെടുത്ത് നിൽക്കുക. മൈനർ OT പോകാൻ നേരത്തെ സമയത്താണ് നമ്മൾ ആ കാഴ്ച മനസ്സിലാക്കുന്നത്. ഞാനവിടെ കയറി സംഭവം നോക്കിയപ്പോൾ എന്തോ പ്രൊസീജിയർ എനിക്ക് ഓർമ്മയില്ല. പ്രൊസീജിയർ മൈനർ OTയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്നിങ്ങനെ മെറീന LNG ഇൻസേർഷൻ, IUCD ഇൻസേർഷൻസും പിന്നെ അങ്ങനത്തെ ചെറിയ എൻഡോമെട്രിയൽ സാമ്പിളിങ്, അങ്ങനത്തെ കുറച്ച് പ്രൊസീജിയേഴ്സ്, പാപ്സ്മിയർ എടുക്കാം, അങ്ങനത്തെ പ്രൊസീജിയേഴ്സാണ് പൊതുവേ അവിടെ ചെയ്യാറ്. അപ്പോൾ ഞാൻ അങ്ങനെ ചെന്നപ്പോൾ പേഷ്യൻ്റ് ലിത്തോട്ടമി പൊസിഷനിലാണ് കിടക്കുന്നത്. ഞാൻ ലിത്തോട്ടമി പൊസിഷൻ്റെ ഫോട്ടോ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ പേഷ്യൻ്റ് കൊടുക്കുന്നു, ആ പേഷ്യൻറ്റിനെ പ്രൊസീജിയർ ചെയ്തുകൊണ്ടിരിക്കുക. പേഷ്യൻ്റ് കുറച്ച് കരയുന്നുണ്ട് കേട്ടോ. പിന്നെ പച്ച ഡ്രസ്സ്, ഫുള്ള് പച്ച ലൈറ്റ്, മൊത്തത്തിലൊരു ലൈറ്റും ചോര. അപ്പം ഇപ്പുറത്ത് രാഹുലാന്ന് തോന്നുന്നു, രാഹുൽ പുണ്യ ഓക്കെ അല്ലെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ ആടാ ഓക്കെ ആണെന്ന് പറയല്ല, ഞാൻ വീണു, എൻ്റെ മേലെ കൂടെ ലൈറ്റും വീണു, തലേമ ലൈറ്റ് കുടിച്ചു. എന്നിട്ട് ഞാൻ പിന്നെ കാഷ്വാലിറ്റി പോകണ്ടെന്നും തോന്നുന്നു. എന്നിട്ട് ഞാൻ മൈനർ OT പോയി സുഖമായിട്ട് കിടന്നുറങ്ങി കേസ്. അതെ, പിന്നെ എനിക്ക് OT എന്ന് പറഞ്ഞാൽ ടെൻഷൻ. മേജർ OTയിലേക്ക് കയറാൻ ഭയങ്കര ടെൻഷൻ. ഇത് ഫ്രൈഡേ ആണ് മൈനർ OTയിലത്. പിന്നെ അടുത്ത മേജർ OT കയറാൻ എനിക്ക് ഭയങ്കര ടെൻഷൻ. അതിൽ പിന്നെ പക്ഷേ കയറിയേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ കയറാൻ വേണ്ടി റെഡി നിന്നപ്പോൾ എപ്പോഴും കൂടെ ഉണ്ടാവും രാഹുല. അപ്പോൾ രാഹുൽ, റമീസ, രാധിക, രാധേഷ്, ഇതാണ് ടീം. രാധിക ടീച്ചർ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. യെസ്, അപ്പോൾ ഞങ്ങളാണ് ഒരു ടീം. അപ്പോൾ അതിൽ ഞങ്ങളിങ്ങനെ കയറിയിട്ട് ഇങ്ങനെ രാഹുൽ ഇടയ്ക്ക് പുണ്യ ഓക്കെ ആണോ വീഴോ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുഴപ്പമില്ല. പിന്നെ ഞാൻ കുറേ അവിടെ നിന്ന് ഫസ്റ്റ് കണ്ടത് C-സെക്ഷൻ ആട്ടോ. ആദ്യമായിട്ട് ഞാൻ കാണുന്ന പ്രൊസീജിയർ C-സെക്ഷനാണ്, മേജർ OTന്ന്. ബാക്കി പ്രൊസീജിയർ മൈനർ OT ഞാൻ കണ്ടില്ലല്ലോ, വീണല്ലോ. എന്നിട്ട് പിന്നെ മേജർ OT പോയി കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ പ്രൊസീജിയറിലേക്ക് അധികം നോക്കിയില്ല. ഞാൻ ചുറ്റുള്ള ലൈറ്റും മറ്റേ ക്ലോക്ക്, പിന്നെ അവിടെ വെച്ചൊക്കെ മെഡിസിൻസ്, അങ്ങനത്തെ സാധനത്തിലേക്കല്ല കോൺസെൻട്രേഷൻ. അല്ലെങ്കിൽ പ്രൊസീജിയർ നോക്കി അറിയേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ കുറച്ച് നേരം നോക്കി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം ഒന്ന് പ്രൊസീജിയർ നോക്കി. അപ്പോൾ എനിക്ക് ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാൻ ചുറ്റും നോക്കി. അങ്ങനെയൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് അന്നത്തെ മേജർ OT കഴിഞ്ഞു. അന്ന് വലിയ സന്തോഷമായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. പുണ്യ മേജർ OT കംപ്ലീറ്റ് ആയിട്ട് കണ്ടേന്നൊക്കെ പറഞ്ഞ് സന്തോഷം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അടുത്ത മൈനർ OT ഞാൻ ലീവ് എടുത്തു. അതിൻ്റെ അടുത്ത മൈനർ OT, അങ്ങനെ ഓരോ മൈനർ OT ഞാൻ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു പോകുന്നു. പിന്നെ അന്ന് വെള്ളിയാഴ്ച വേറെ ദിവസം മീൻസ് ഓൾറെഡി ലീവായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ മൈനർ OT എന്നൊക്കെ രക്ഷപ്പെട്ട് വന്ന്. മേജർ OT എനിക്ക് വലിയ കുഴപ്പമില്ല, സ്പൈനൽ അനസ്തേഷ്യ, പേഷ്യൻ്റ് കരയുന്നില്ലല്ലോ. പിന്നെ സർജറിയിലെ മേജർ OT മൈനർ OT ഒന്നും എനിക്ക് വലിയ കഷ്ടപ്പാടില്ലാതെ ഞാൻ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് പോകുന്നു. പിന്നെ തേർഡ് ഇയർ ആയപ്പോഴാണ് പിന്നെ OBG എത്തിയത്. പക്ഷെ അപ്പോൾ എനിക്ക് വലിയ ഒന്നുമില്ല. പിന്നെ ഞാൻ മൈനർ OT കയറുമ്പോൾ അധികം പ്രൊസീജിയറിലേക്ക് ശ്രദ്ധിക്കില്ല. പിന്നെ ആ സമയത്ത് 2 ആഴ്ച അങ്ങാണ്ട് ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് പ്രൊസീജിയർ. 2 ആഴ്ച ഈ OPSും 2 ആഴ്ച നമുക്ക് ഇവിടെ ആയിരുന്നു നമ്മുടെ ഫാമിലി പ്ലാനില്ല. അപ്പം ഞാൻ അധികം പ്രൊസീജിയറൊന്നും കാണാണ്ട് വന്നില്ല. അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ രക്ഷപ്പെട്ടു. അങ്ങനെ ഞാൻ ഫൈനൽ ഇയറിലെത്തി. പക്ഷെ പിന്നെ അപ്പോഴത്തേക്കും എനിക്ക് വലിയ പ്രശ്നമില്ലാതെ കേട്ടോ. അങ്ങനെ ഞാൻ ഫൈനൽ ഇയറിലെത്തിയപ്പോൾ ഇവിടെ ആദ്യം പോസ്റ്റിംഗ് ഇട്ടേക്കുന്നത് ലേബർ റൂമിൽ. പേഷ്യൻസ് ഏറ്റവും കൂടുതൽ കരയുന്നൊരു സ്ഥലം. അങ്ങനെ ഞാൻ ഫസ്റ്റ് ദിവസം തന്നെ ഞാൻ റിസപ്ഷനിലായിരുന്നു. ഫസ്റ്റ് ദിവസം റിസപ്ഷനിലായിരുന്നു. അപ്പോൾ അധികം നമ്മൾ ഡെലിവറി കാണണ്ട. പിന്നെ 3ാമത്തെ ദിവസമാണ് ഞാൻ ഡെലിവറി ആദ്യമായിട്ട് കാണുന്നത്. എനിക്കൊരു ടെൻഷനുണ്ട്. ഉള്ളിൽ പുറത്ത് കാണിക്കുന്നില്ല കേട്ടോ, സത്യം പറഞ്ഞാൽ. ഉള്ളിൻ്റെ ഉള്ളിൽ പക്ഷേ എനിക്കൊരു ടെൻഷനുണ്ട്, എന്തെങ്കിലും പിന്നെയും തലകറങ്ങി വീഴുമെന്നൊക്കെ ഉള്ളത്. പക്ഷെ എന്നാൽ ഞാൻ പുറത്ത് കാണിക്കുന്നുണ്ട്, കാരണം ഫൈനൽ ഇയർ ആയി. കാരണം ലേബർ റൂമിലേക്ക് ആദ്യമാണല്ലോ. നമ്മൾ C-സെക്ഷൻ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും ലേബർ റൂമിലേക്ക് ആദ്യമായിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ടെൻഷൻ നല്ല ടെൻഷനായിരുന്നു. അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ കണ്ടു തുടങ്ങിയപ്പോൾ ഒന്നും എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നെ ഞാൻ സ്വന്തമായിട്ട് ബ്ലഡ് എടുക്കാൻ പഠിച്ചു. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വന്നപ്പോഴേക്കും പിന്നെ എനിക്ക് വലിയ ഇതുണ്ടായില്ല. പിന്നെ നമുക്ക് അസിസ്റ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു ദിവസം ഉച്ചയ്ക്ക് അതിന് ലാസ്റ്റ് ഡേ തോന്നുന്നു, ലേബർ റൂമിൻ്റെ ലാസ്റ്റ് ഡേ കണ്ടായിരുന്നു. അപ്പോൾ എടുക്കൂലേ ചോദിച്ചപ്പോൾ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ
അസിസ്റ്റ് ചെയ്യാൻ പറ്റി. ദാറ്റ് വാസ് ദ എന്താ പറയുക വൺ ഓഫ് ദ ബെസ്റ്റ് മൂമെൻറ്റ്സ് എന്നൊക്കെ പറയട്ടെ. കാരണം ഒരു കുട്ടി നമ്മളാണ് കുട്ടീൻ്റെ എടുത്ത് വെക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ പക്ഷേ അത് ഞാൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഓക്കെ കുറേ പേടി മാറിയിട്ടുണ്ട്. പിന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ തേർഡ് ഇയർ ആയിപ്പിക്കും പകുതി പേടി മാറി. പിന്നെ ലേബർ റൂമിൽ ഒരു ഫസ്റ്റ് ഒരു 10 days നമ്മൾ നിന്നപ്പോഴേക്കും എൻ്റെ എല്ലാ പേടിയും മാറി കിട്ടും. പേടിയല്ല, എനിക്ക് ഭയങ്കര കരച്ചിൽ കേൾക്കുമ്പോൾ എനിക്ക് എന്താണെന്നറിയില്ല, എൻ്റെ BP കുറഞ്ഞു പോകും. എനിക്ക് അങ്ങനെ അല്ലാതെ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ സർജറി പോസ്റ്റിംഗ് ആയിരുന്നു. സർജറി പോസ്റ്റിങ്ങിൽ ആദ്യത്തെ നമ്മൾ ഫൈനൽ ഇയേഴ്സ് ആണല്ലോ. അപ്പോൾ നമ്മളോട് അസിസ്റ്റ് ചെയ്യാനുണ്ടെന്ന് വെച്ചപ്പോൾ ആദ്യത്തെ ദിവസം ഞാൻ ഉണ്ടായിരുന്നില്ല, ഞാൻ ലീവായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് സെക്കൻഡ് ഡേ ആരെങ്കിലും അസിസ്റ്റ് ചെയ്യാൻ മയോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചാടിക്കറി ചെന്നു. അപ്പോൾ അങ്ങനെ അഗസ്റ്റിൻ ചേട്ടനായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ചേട്ടൻ ചെയ്തു പ്രൊസീജിയർ, ഞാൻ അസിസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ സ്യൂച്ചർ ഇടാൻ തന്നു. അപ്പോൾ സ്യൂച്ചർ ചെയ്തപ്പോൾ മീൻസ് എനിക്ക് എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ്, പക്ഷെ എന്നാലും നമുക്കൊരു കുറച്ചും കൂടി ഒരു സന്തോഷം. പക്ഷേ പണ്ട് ഇത്രയും തലകറങ്ങി വീണതാണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം. പിന്നെ ഇപ്പോൾ കുറച്ച് അടുത്ത ദിവസം അതുപോലെ തന്നെ ഒരു പ്രൊസീജിയർ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി വിളിച്ച സമയത്ത് എനിക്ക് പോകാൻ പറ്റി, വീണ്ടും ഫ്യൂച്ചർ ചെയ്യാൻ പറ്റി. അപ്പോൾ ഇങ്ങനെ ഓരോ സ്റ്റെപ്പിലൂടെയാണ് നമ്മളെ തന്നെ ഇമ്പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ആരും എന്തെങ്കിലും ഒരു സംഭവം നമ്മളെ മനസ്സിനുള്ളിൽ ഉണ്ടാകുമ്പോൾ പേടി തോന്നുന്ന സമയത്ത് നമ്മളൊരിക്കലും എന്താ പറയുക അയ്യോ ഇതെന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ, ഇനി ഞാൻ അയ്യോ ഇത് ഒരു പ്രാവശ്യം നമ്മൾ തോറ്റുപോയി കഴിഞ്ഞാൽ അയ്യോ കഴിഞ്ഞല്ലോ എന്നൊക്കെ വിചാരിച്ച് നിൽക്കരുത്. പിന്നെയും നമുക്ക് ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടുമ്പോൾ ചെയ്യാൻ പോവാൻ നമുക്ക് അങ്ങനെ തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ആരും ജനിക്കുമ്പോൾ തൊട്ട് ഭയങ്കര സംഭവങ്ങളായിട്ട് ജനിക്കുന്നില്ല. ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ ഇമ്പ്രൂവ് ആയിട്ട് വരിക. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് എന്തോ എനിക്ക് എമർജൻസി മെഡിസിൻ്റെ ഒരു CMA ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്കിഷ്ടം എമർജൻസി മെഡിസിൻ. ഞാനിപ്പോഴും എനിക്ക് എന്ത് എടുക്കണം എന്നൊരു ഐഡിയ ഒന്നുമില്ല, പക്ഷേ എമർജൻസി മെഡിസിൻ ഇഷ്ടമായിരുന്ന സമയത്ത് പക്ഷേ ഇൻട്രസ്റ്റ് എനിക്ക് ഇത്രയും പേഷ്യൻസ് ഭയങ്കര സിക്കായിട്ടുള്ളവർ, അപ്പോൾ ഇത്രയും എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നൊക്കെ. അപ്പോൾ ഞാൻ അങ്ങനെ ചോദിച്ചത് PGയുടെ അടുത്ത് ചോദിച്ചിരുന്നു, അത് മീൻസ് തലയിറങ്ങി വീഴുന്നവർക്ക് എമർജൻസി മെഡിസിൻ എടുക്കാൻ പറ്റുമെന്ന് ഞാൻ അങ്ങനെ ചോദിച്ചത്. പറഞ്ഞു വൈ നോട്ട്, ഞാനും തലയിറങ്ങി വേണ്ടിയിട്ടുണ്ട്, പക്ഷെ അതൊന്നും ഒരു പ്രശ്നമല്ല. പിന്നെ നമ്മൾ ഇതിലേക്ക് എത്തുന്ന സമയത്ത് ഇതൊക്കെ മാറിക്കോളൂട്ടോ എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ആയി. അങ്ങനെ ഇത് തേർഡ് ഇയറിലോ സെക്കൻഡ് ഇയറിലോ കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. പക്ഷെ പിന്നെ തേർഡ് ഇയർ എത്തിപ്പിക്കേണ്ട കുറേ പേടി മാറി. ഇപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല, മീൻസ് എനിക്ക് അങ്ങനെ തലയിറങ്ങി വീഴി അങ്ങനത്തെ പ്രശ്നങ്ങൾ ഒന്നുമില്ല. ബേസിക്കലി കുറേ പ്രശ്നം എന്ന് വെച്ചാൽ രാവിലെ ഒന്നും ഫുഡ് കഴിക്കില്ല ഹോസ്റ്റലിലാകുമ്പോൾ, പിന്നെ എങ്ങനെയൊക്കെ ഓടിയൊക്കെ എത്തും, ഉറക്കമില്ല, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ. അതും പിന്നെ എനിക്ക് പേഷ്യൻസ് കരയുന്നതാണ് നമ്മളുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഇല്ല, കുറച്ചുകൂടി ഹൃദയമൊക്കെ കല്ലായെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് ഇപ്പം എൻ്റെ സർജറി പോസ്റ്റിങ് കഴിഞ്ഞു. ഞാൻ ഇപ്പോൾ വീണ്ടും ഓപ്സിലെത്തി. അപ്പോഴാണ് ഞാൻ ഈ കഥയൊക്കെ ഓർത്തത്, പണ്ട് തലയിറങ്ങി വീണതും കുറേ രസമുള്ള ഓർമ്മകൾ ഓപ്സ് എനിക്ക് സമ്മാനിച്ചിട്ടുണ്ട്. സോ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഒരു നല്ല എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ദിസ് ഇസ് പുണ്യദത്ത സൈനിങ് ഓഫ്. ഈ കഥകൾ കേൾക്കാനായിട്ട് തീർച്ചയായിട്ടും എൻ്റെ കൂടെ കൂടുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇനി എന്ത് സ്റ്റോറീസാണ് വേണ്ടത് എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. സോ ബൈ ഗൈസ്.